ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. പുതിയ ക്യാപ്റ്റനായി ബിന്നി ചാർജ് എടുത്തു. ഡ്യൂട്ടികൾ ഓരോന്നോരോന്നായി ഓരോരുത്തർക്കും വിഭജിച്ചു നൽകി. ബിന്നി വളരെ പ്ലാൻ ചെയ്താണ് കാര്യങ്ങൾ നടപ്പാക്കിയത്. അതായത് കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിൽ വളരെ കൃത്യമായിട്ടുള്ള പണി ചില ആൾക്കാർക്കൊക്കെ വെച്ചു കൊടുക്കുക എന്നുള്ള ചിന്ത തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജിസൈലിനെയും നെവിനെയും വീണ്ടും ബാത്റൂം ക്ലീൻ ചെയ്യാനുള്ള ചാർജ് ഏൽപ്പിച്ചു. അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അടിയങ്ങ് പൊട്ടുകയാണ്. ബാത്റൂം ക്ലീനിങ് ക്യാപ്റ്റനായിട്ട് നെവിനെ തിരഞ്ഞെടുത്തു. ജിസൈലിനെ സംബന്ധിച്ചിടത്തോളം ബാത്റൂം ക്ലീനിങ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുമാത്രവുമല്ല, നെവിനാണെങ്കിൽ പണി ചെയ്യത്തുമില്ല. ജിസൈലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രോബ്ലം അല്ല. കാരണം ജിസൈല് ടോയ്ലറ്റ് ക്ലീൻ ചെയ്തില്ലെങ്കിലും ആര്യൻ പകരം ക്ലീൻ ചെയ്യാൻ വരും. ഇപ്പോൾ തന്നെ ജിസൈലിനോട് ആര്യൻ വാക്കു പറഞ്ഞു കഴിഞ്ഞു, നിനക്കത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് വന്ന് ചെയ്തു തന്നോളാമെന്ന്. എന്തായാലും ജിസൈല് ഭാഗ്യം ചെയ്ത ജന്മം തന്നെയാണ്. ഇങ്ങനെയാണ് തിക് ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ഒരു ഫ്രണ്ട്സിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചാകാൻ പോലും ഫ്രണ്ട് തയ്യാറാകും. അതെ, ജിസൈലിന് വേണ്ടി ചാകാനും ആര്യൻ റെഡിയാണ്. ഒരു ബൈബിൾ വാക്യമുണ്ട്, കൂട്ടുകാരന് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നതിൽ വലിയ സ്നേഹമൊന്നുമില്ല എന്ന്. അപ്പൊ ഇവരുടെ സ്നേഹം അത് പ്യുവറാണ്. രണ്ടുപേരും പ്യുവർ സോളാണ്. അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പവുമില്ല. ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും, ഇനി ബിഗ് ബോസ് എടുത്തിട്ട് അലക്കി എന്ന് പറഞ്ഞാലും അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് പൊട്ടിക്കാനൊന്നും പറ്റില്ല. ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്ത് പ്രണയമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആര്യന് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ ജിസൈൽ ഇതുവരെയും തന്റെ അന്തർഗതം വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ക്യാപ്റ്റനായി ചാർജ് എടുത്തപ്പോൾ തന്നെ നെവിൻ ഒരു കാര്യം പ്രഖ്യാപിച്ചു, ഞാൻ ഇവളെ ഇവിടിട്ട് വലിച്ചു കീറി പൊളിച്ചടുക്കും എന്ന്. അതിനുള്ള ആദ്യത്തെ വെടി പൊട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടുപേരും കൂടി വാഷ്റൂം ഏരിയയിലേക്ക് ചെല്ലുന്നു. തുടർന്ന് നെവിൻ ജിസൈലിനോട് ചോദിക്കുകയാണ്, നിനക്ക് ഫ്ലോർ ക്ലീൻ ചെയ്യാൻ എപ്പോഴാണ് താല്പര്യം? അത് രാവിലെയാണോ വൈകിട്ടാണോ? അപ്പോൾ ജിസൈൽ, എനിക്ക് വൈകിട്ട് ചെയ്യാനാണ്. എന്താണ്? അല്ല, എന്നെ ക്യാപ്റ്റനാക്കി ഇവിടെ വെച്ചിരിക്കുന്നത് നിന്റെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാൻ കൂടിയാണല്ലോ. നീ എന്താണ് ആഗ്രഹിക്കുന്നത് അതായിരിക്കും ഞാൻ നടപ്പാക്കുന്നത്. അപ്പോ നിനക്ക് രാത്രിയിൽ ഫ്ലോർ ക്ലീൻ ചെയ്യാനാണ് താല്പര്യം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ രാവിലെ ക്ലീൻ ചെയ്താൽ മതി, വൈകിട്ടത്തെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ക്യാപ്റ്റൻ അല്ലേ, ക്യാപ്റ്റനോട് എന്തെങ്കിലും മറുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാകും. അതുമല്ല, ജിസൈലിന് മനസ്സിലായിട്ടുണ്ട് ജിസൈലിന് പണി കൊടുക്കാൻ വേണ്ടി തന്നെയുള്ള പരിപാടിയാണ് ഈ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നതെന്ന്. അതിന്റെ ചുരുക്ക് ജിസൈലിന് നെവിനോട് നല്ല രീതിയിലുണ്ട്. അതിനേക്കാൾ ഉപരി തന്നെ വീണ്ടും ബാത്റൂം ക്ലീനിങ്ങിന് വേണ്ടി എടുത്തിട്ട ക്യാപ്റ്റൻ ബിന്നിയോടുമുണ്ട്. എന്തായാലും നമുക്ക് കണ്ടറിയാം ഈ ആഴ്ച വാഷ്റൂമിൽ കിടന്ന് ആരായിരിക്കും ചീഞ്ഞു നാറുക, ആര് നെഗറ്റീവ് ആകും, ആര് പോസിറ്റീവ് ആകും എന്നൊക്കെ. കാരണം നെവിനും ജിസൈലും രണ്ടും നല്ല ഉരുപ്പടികളാണ്.